അജ്ഞാനവേളയിലും അസ്ഥി വിഭാതി രണ്ടും അജ്ഞാതമല്ല സുഖവും വിലസുന്നു മൂന്നും. രജ്ജുസ്വരൂപമഹിയോടും ഇതന്തയാർന്നു നിൽക്കുന്നതിന്നിഹ നിദർശനമാമിതോർത്താൽ. അജ്ഞാനവേളയിലും അസ്ഥി വിഭാതി രണ്ടും അജ്ഞാതമല്ല സുഖവും വിലസുന്നു മൂന്നും. രജ്ജുസ്വരൂപമഹിയോടും ഇതന്തയാർന്നു നിൽക്കുന്നതിന്നിഹ നിദർശനമാമിതോർത്താൽ. ഇവിടെ ഞാൻ ആരാ ഒരു ചിന്ത ചെയ്യുക. ഇപ്പോൾ ഉപനിഷത്ത് എടുക്കണ്ട, ഇപ്പോൾ വേദാന്ത ശാസ്ത്രങ്ങളൊന്നും എടുക്കണ്ട, യുക്തി മാത്രം മതി. ആരാണ് ഞാൻ? ഒരു ചിന്ത. എന്താണ് എൻ്റെ സ്വരൂപം? ഞാൻ ആര്? എന്നാലോചിച്ച് നോക്കൂ. ഞാൻ ആരാ? ഞാൻ സ്വാമി ചിദാനന്ദപുരി, അല്ലെങ്കിൽ ഞാൻ ഒരു പുരുഷദേഹം, സ്ത്രീദേഹം, ഇത്ര കിലോഗ്രാം തൂക്കം, ഇന്ന കളറ്, ഇന്ന രാജ്യത്തിലെ പൗരൻ, ഇങ്ങനെ പലതും നമുക്ക് പറയാനുണ്ടാവും. ആണ്, പെണ്ണ്, പലതും. പക്ഷെ ഇതൊന്നും നിലനിൽക്കുന്നതല്ലല്ലോ. ഇതൊന്നും നിലനിൽക്കുന്നതല്ല. ഞാൻ 100% ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഈ കൂട്ടത്തിൽ? ഞാൻ 100% പെണ്ണാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ക്രോമസോം സ്ട്രക്ചറിനെ കുറിച്ച് പഠിച്ചവർ പറയില്ല. അല്ലാത്തവർ പറയും ഞാൻ പെണ്ണാണ് സ്വാമി, എന്ത് സംശയം? ശരി, ചോദ്യം അതല്ല, നീ പെണ്ണാണോ ആണാണോ എന്നല്ല, 100% ആണാണോ 100% പെണ്ണാണോ എന്നാല്. കഴിഞ്ഞ ദിവസം ഒരു മോളെ കൊണ്ട് അച്ഛനും അമ്മയും വന്നു ആശ്രമത്തിൽ. ഈ ആഴ്ചയാണ്. അപ്പോൾ ഇവള് ആദ്യം കല്യാണം കഴിക്കണില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ കല്യാണം കഴിക്കാൻ തയ്യാറായി. ഇപ്പോൾ വളരെ നല്ല ഒരു സ്വഭാവം എന്ന് വിശ്വസിക്കുന്ന, വളരെ വിദ്യാഭ്യാസമുള്ള, ഒരു സമുന്നതമായ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ വിവാഹാലോചനയായിട്ട് ഇങ്ങോട്ട് വന്നു. വീട്ടുകാർക്ക് 2 കൂട്ടർക്കും ഇഷ്ടമായി, പക്ഷേ ഇവൾക്ക് ഇഷ്ടമായില്ല. അപ്പം ഇതാണ് അച്ഛനും അമ്മേൻ്റെയും പരാതി. സ്വാമി ഒന്ന് ഇവളോടൊന്ന് സംസാരിക്കൂ. ഞാൻ പറഞ്ഞപ്പോൾ അവളല്ലേ കല്യാണത്തിൽ അധികാരി, അവളല്ലേ കല്യാണം, ഞാനാണല്ലോ. ശരി, ഞാൻ പറയാം. അവളല്ലേ, അപ്പം അവളല്ലേ തീരുമാനിക്കണ്ടേ? അല്ല സ്വാമി ഒന്ന് സംസാരിച്ചു നോക്കാം, അവളുടെ ഐഡിയ വല്ലതും വികലമാണെങ്കിൽ സ്വാമിക്ക് അവൻ തിരുത്തി കൊടുക്കാം. അപ്പം ഞാൻ സംസാരിച്ചപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ചെക്കൻ കറുത്തിട്ടാണ്, എന്താ പ്രശ്നം. അപ്പം ഞാൻ പെട്ടെന്ന് ഓർമ്മിച്ചു, ഒരു ഈ വെള്ളത്തിന് വീണ് കെട്ട് ജീർണിച്ച ഒരു ശവത്തിൻ്റെ ഒരു ചിത്രം കണ്ടിരുന്നു കുറച്ച് ദിവസം മുമ്പ്. ഞാൻ നല്ല തൂവെള്ള കളറാണ്. ഈ മേൽ തൊലി മുഴുവൻ പോയിട്ട് തൂവെള്ള കളറാണ്. ഇതെങ്ങനെ എനിക്ക് പെട്ടെന്ന് തപ്പിപ്പിടിക്കാം, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഇതൊന്നും തപ്പിപ്പിടിക്കാനുള്ള കഴിവില്ല ഈ ഓൺലൈനിൽ. പക്ഷെ അന്ന് പെട്ടെന്ന് കിട്ടിയത്. ഇത് കാണിച്ചു കൊടുത്തു. എങ്ങനെയുണ്ട് മോളെ? ഇത് നല്ല വെള്ളയാണല്ലോ, ഇജാതി ഒന്നിനെ കെട്ടിക്കോ. അല്ലാണ്ടെന്താ പറയുക? നീ ഒരു വെള്ളക്കാരനെ കെട്ടി, നാളെ നിങ്ങൾ 2 ഹണിമൂണിന് പോവാൻ, അവന് പൊള്ളലേറ്റും. എന്ത് സംഭവിക്കും? നീ ഉപേക്ഷിക്കുമോ? അല്ല, അറിയാത്തോട്ട് ചോദിക്കുക. അപ്പം ഏത് കളറാണ് നീ പറയണത്? ഏതായാലും അവർ തിരിച്ചു പോകുമ്പോൾ ഈ കുട്ടി കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു കമ്മീഷൻ തരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടത്. കമ്മീഷൻ തരുമോയെന്ന് അറിയില്ല. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. എന്താ ഉള്ളത്? ഈ ആണ് പെണ്ണെന്നുള്ളത് എന്താ സ്ഥിതി? എന്താ നിങ്ങളെ അഭിപ്രായം? ആശ്രമത്തിൽ ഒരാൾ പഠിക്കാൻ വന്നു. കഥയല്ല തന്നു. നീണ്ട താടിയുണ്ട്. നീണ്ട താടി എന്ന് പറയുന്നത് എന്തിനാന്ന് ശ്രദ്ധിക്കുക. കാരണം പൊതുവെ താടി മീശ എന്നുള്ളതൊക്കെ പൗരുഷത്തിൻ്റെ ലക്ഷണമായിട്ടാണ് പൊതുവെ പറയുക. പൊതുവെ ഇയാൾക്ക് നീണ്ട താടിയുണ്ട്, മീശ ടൊക്കെ ഉണ്ട്. അയാൾ കുറച്ചു കാലം അവിടെ താമസിച്ചു, പിന്നെ അവിടുന്ന് പോയി.
പിന്നീട് പറഞ്ഞു കേട്ടു അദ്ദേഹം ഈ ലിംഗപരിവർത്തന ശസ്ത്രക്രിയയൊക്കെ ചെയ്ത് ഇപ്പോൾ സാരിയെല്ലാം ഉടുത്ത്. എനിക്കത് വിശ്വാസമായില്ല. അപ്പോൾ ഒരാൾ ഞാൻ സ്വാമി വീഡിയോ നോക്കുക, അയാളെ അല്ലേ നോക്കുമ്പോൾ അസൽ സ്ത്രീ, അസൽ സ്ത്രീ. അങ്ങനത്തെ സ്ത്രീകൾ ഇപ്പം ഉണ്ടാവില്ല, നാണം കുണിയൊക്കെ ഉണ്ടല്ലോ ഇത്. അങ്ങനെയൊക്കെയാണ് ഇത്. കഥയല്ല, അതൊക്കെ സത്യമായി പറയണത്. അപ്പം അയാള് ഈ പുരുഷൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, താടിയൊക്കെ ഉള്ള ആളായിരുന്നു. വലിയ താടി ഉണ്ടായിരുന്നു അയാൾക്ക്. ആശ്രമത്തിലുള്ളവർക്കറിയാം. ഇയാൾ സ്ത്രീയാണ്, അല്ലാന്ന് പറയാൻ നമുക്ക് അധികാരമില്ല. അപ്പം ഏതപ്പോൾ സത്യം? ഈ കാണുന്നപ്പോൾ എന്താ സത്യം? അതാ ചോദ്യം. നാളൊരു കുട്ടി ചോദിച്ചു, സ്വാമിയുടെ ശരിക്കുള്ള പേരെന്താ? ഞാൻ ചോദിച്ചു, പേരിനെന്താ ഒരു ശരികേട്? സ്വാമി ചിദാനന്ദപുരി എന്നുള്ള പേരിനെന്താ ഒരു ശരികേട് മോളെ? അല്ല, എന്നാലും സ്വാമിയുടെ ശരിയായ പേരെന്താ? ഞാൻ പറഞ്ഞു, ഇതിനെന്താ ശരികേട്? എൻ്റെ പാസ്പോർട്ട് ഞാൻ കാണിച്ചു തരാം, ആധാർ കാർഡ് കാണിച്ചു തരാം, വോട്ടേഴ്സ് ID കാണിച്ചു തരാം, എല്ലാ കാർഡും ഉണ്ട്, ഒക്കത്തിലും സ്വാമി ചിദാനന്ദപുരി. പിന്നെ നിനക്കത്തെ ഒരു ശരികേട്? അല്ല, എന്നാലും ശരിയായ പേരെന്താ? കുട്ടി വിടണ മട്ടില്ല. ഞാൻ പറഞ്ഞു, ഇതിന് ശരികേട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പം എന്താ നമ്മുടെ പേര്? ആരാ നമ്മൾ? അപ്പം ഇങ്ങനെ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ശരീരേന്ദ്രിയ മനോബുദ്ധിയാദി സകലത്തെയും ഇതല്ല നേതി ക്രമത്തിൽ നീക്കം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന 3 വിഷയങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഉണ്ട്. ഞാൻ ഉണ്ട്. അതിലാർക്കും സംശയമില്ലല്ലോ. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഞാൻ ഇല്ലാന്ന് വിചാരിക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഞാൻ ഉണ്ടോയെന്ന് സംശയമുള്ളവരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഉണ്ടുണ്ടാവില്ല. ഞാൻ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും ഉറപ്പാണ്. ശരി, എനിക്ക് ഓർമ്മയില്ലാത്ത കാലത്ത് ജനിച്ച ഉടനെ വളരെ സങ്കീർണമായ മുല കുടിക്കുക എന്ന് പറഞ്ഞ പ്രക്രിയ ഞാൻ ചെയ്തു. വളരെ സങ്കീർണമാണ് മുല കുടിക്കുന്ന പ്രക്രിയ, വളരെ സങ്കീർണമാണ്. അത് ഞാൻ ചെയ്തു. എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഞാൻ ചെയ്തു. അന്ന് ഞാനുണ്ടായിരുന്നു. കുറച്ചൊന്ന് വലുതായി ഒരു 6 മാസമായപ്പോഴത്തേക്ക് എന്നെ എടുക്കാതെ അമ്മ വേറൊരു കുട്ടീനെ എടുത്തപ്പോൾ എനിക്ക് അസ്വസ്ഥതയായി. ഇല്ല? ഉണ്ടോ ഇല്ലയോ? ഞാനുണ്ടോ ഇല്ലയോ? ഞാനുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് ഈ പ്രായം വരെ ഞാനുണ്ട്. ഞാനൊരു കുറവും പറ്റിയിട്ടില്ല. എന്നാൽ രൂപം ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ജാഗ്ര സ്വപ്ന സുഷുപ്തികളിൽ ഞാൻ ഭിന്നനാണ്. എൻ്റെ അനുഭവങ്ങൾ ഭിന്നങ്ങളാണ്. ശൈശവ ബാല്യ കൗമാര യൗവന വാർദ്ധക്യങ്ങളിൽ ഞാൻ ഭിന്നനാണ്. പക്ഷെ ഞാൻ മാറ്റമില്ല. അവസ്ഥകൾ ഭിന്നങ്ങളാണ്. അവസ്ഥകളിലെ ചിന്തകളും ശരീരങ്ങളും വിഭിന്നങ്ങളാണ്. പക്ഷെ ഞാൻ മാറ്റമില്ല. അപ്പം മാറാതെ ഞാൻ നിലനിൽക്കുന്നു. ഇപ്പോൾ സംസ്കൃതത്തിൽ നമുക്കൊരു ശബ്ദം പറഞ്ഞാൽ സത്ത് എന്ന് പറയാം. ശരി, ഇനി പറയട്ടെ. ശൈശവ ബാല്യ കൗമാര യൗവന വാർദ്ധക്യങ്ങളിലൊക്കെയും ജാഗ്ര സ്വപ്ന സുഷുപ്തികളിലൊക്കെയും ഞാൻ അറിവാണ്. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാം. കാരണം ഈ അവസ്ഥകളും അവസ്ഥകളിലെ അനുഭവങ്ങളും നിത്യം നിരന്തരം മാറുമ്പോഴും മാറാതെ ഞാൻ ഇതിനെയൊക്കെ അറിഞ്ഞുകൊണ്ട് നിലനിന്നിട്ടുണ്ട്. അപ്പം ഞാൻ അറിവാണ്. എന്താ അഭിപ്രായം? ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാം. കാരണം ഇവിടെ ശാസ്ത്രമൊന്നുമില്ല, വിശ്വാസമൊന്നും അല്ല ഈ പറയണത്. ഇത് ഹിന്ദുമത വിശ്വാസമാണ്, ഒരു വിശ്വാസമല്ല, യുക്തിയാ പറയണം. ഞാൻ അറിവാണ്. അപ്പം ഞാൻ സത്താണ്, ഞാൻ ചിത്താണ്. ചിത്ത് അറിവ്, ജ്ഞാനം. ഇനി പറയുന്നു ഞാൻ ആനന്ദമാണ്. എനിക്ക് ഏറ്റവും സ്നേഹം ആരോടാ? ഒരു സംശയമില്ല, എന്നോട് തന്നെയാണ്. ബാക്കിയൊക്കെ ഞാൻ പറയും. അടുത്ത കുട്ടിയോ ഭർത്താവോ ഭാര്യയോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയും, എനിക്ക് അതിനോടാ കുട്ടി, എനിക്ക് ആ കുട്ടിക്ക് വേണ്ടിയാ ജീവിക്കണമെന്നൊക്കെ പറയും.
അതിൻ്റെയൊക്കെ പേര് നല്ല പച്ച കള്ളം എന്നാണ്. അതിലാണ് ഈ പച്ച ഉപയോഗിക്കേണ്ടത്. അല്ലാണ്ട് പച്ചച്ചോറ്, പച്ചവെള്ളം അതൊന്നും അല്ല. പച്ചവെള്ളം ആരെങ്കിലും കുടിക്കുക? എന്താ അഭിപ്രായം? പച്ചച്ചോറ് ആരെങ്കിലും കഴിക്കാറുണ്ടോ? എനിക്കറിയില്ല. എന്താ ഉണ്ടെങ്കിൽ പറയൂ. ആരെങ്കിലും കഴിക്കുന്നവരുണ്ടെങ്കിൽ പറയാ. ഞാൻ കഴിക്കില്ല. ചിലപ്പോൾ കറിയുടെ കളറ് പച്ചയാണെങ്കിൽ ഇതും പച്ചയാവുന്നു മാത്രം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് പച്ചച്ചോറാവില്ല. പച്ചവെള്ളം ഇല്ല, പച്ചവെള്ളം ഇല്ല. പച്ചക്കളറായത് കുടിക്കരുത് കണ്ടു കഴിഞ്ഞാൽ. എന്തോ മാലിന്യം കലർന്നിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഈ പച്ചക്കള്ളെന്ന് പറയാം. ഇത് പച്ചക്കള്ളാണ്. ഞാൻ എൻ്റെ പത്നിയെയാണ് ഏറ്റവും സ്നേഹിക്കുന്നത്, ഞാൻ എൻ്റെ പതിയെയാണ് ഏറ്റവും സ്നേഹിക്കുന്നത്, ഞാൻ എൻ്റെ കുഞ്ഞിനെയാണ് ഏറ്റവും സ്നേഹിക്കുന്നത്. അതാണ് പച്ചക്കള്ളം. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് എന്നെയാണ്. അല്ലാതെ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇനി ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ എനിക്ക് ആനന്ദസ്ഫുരണമുണ്ട്. ഞാൻ ഒറ്റയ്ക്കാവുന്നത് എപ്പോഴാ ഒറ്റയ്ക്കാവുന്നേ? ജാഗ്രതയിൽ ഒറ്റയ്ക്കല്ല, സ്വപ്നത്തിൽ ഒറ്റയ്ക്കല്ല, സുഷുപ്തിയിൽ ഞാൻ ഒറ്റയ്ക്കാണ്, ഗാഠനിദ്രയിൽ. ഈ ഗാഠനിദ്രയിൽ നമുക്ക് ആനന്ദസ്ഫുരണമുണ്ട്. എല്ലാവർക്കും ഉണ്ട്. സുഖമായി ഇറങ്ങി സ്വാമി, ഒന്നും അറിയില്ല സ്വാമി, എപ്പോഴാ ക്ലാസ് നിർത്തിയതെന്നൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ ആൾക്കാരൊക്കെ എണീക്കണ ശബ്ദം കേട്ടപ്പോഴാ ഉണർന്ന് പോയത്. അറിയില്ല, ഒന്നുമല്ല, സുഖമായി. സുധാനന്ദപുരസ്വാമിയുടെ ക്ലാസ് എനിക്ക് വലിയ ഇഷ്ടമാണ്. ആനന്ദാനുഭവം. അപ്പം ഞാൻ ആനന്ദമാണ്. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. അപ്പം ഞാൻ സത്താണ്, ഞാൻ ചിത്താണ്, ഞാൻ ആനന്ദമാണ്. യാതൊരു സംശയമില്ല. ഇനി അടുത്ത ചോദ്യം, ഇതാണ് ആത്മസ്വരൂപം എന്നുള്ളത് ജ്ഞാനിയുടെ അനുഭവമാണോ അജ്ഞാനിയുടെ അനുഭവമാണോ? ഇത് ജ്ഞാനിയുടെയും അനുഭവമാണ്, അജ്ഞാനിയുടെയും അനുഭവമാണ്. കാരണം എല്ലാവർക്കും ആത്മജ്ഞാനമുണ്ട്. ആത്മജ്ഞാനം ഇല്ലാത്ത ആരുമില്ല. ഞാൻ എന്നുള്ള അറിവില്ലാത്ത ആരുമില്ല. തിരിച്ചറിവില്ല കേട്ടോ, അത് വേറെ വിഷയം. ശരീരേന്ദ്രിയ മനോബുദ്ധികളുമായിട്ടൊക്കെ കൂടി കലർന്നിട്ടാണ് അറിയണത്. ആയിക്കോട്ടെ. എന്നാലും ഞാൻ എന്നുള്ള അറിവില്ലാത്ത ആരുമില്ല. ഞാനുണ്ട്, ഞാൻ അറിയുന്നു, ഞാൻ സുഖസ്വരൂപമാണ്. ഇത്രയും മനസ്സിലാക്കുക. നോക്കൂ, അജ്ഞാനവേളയിലും അസ്ഥി ഞാനുണ്ട്, വിഭാതി ഞാനുണ്ട് എന്നുള്ളത് പ്രകാശിക്കുന്നു. അസ്ഥിഭാതി പ്രിയം, അതാണ്. രണ്ടും അജ്ഞാതമല്ല. ഞാൻ ഉണ്ട് എന്നുള്ളതും ഞാൻ പ്രകാശിക്കുന്നു എന്നുള്ളതും അജ്ഞാതമല്ല. ആണോ? നോക്കൂ, അജ്ഞാനദശയിലും, തത്വവിജ്ഞാനിയൊന്നും ആയിട്ടില്ല, അജ്ഞാനദശയിലും ഞാൻ ഉണ്ട് എന്നുള്ളത് അറിയുന്നില്ലേ? ഉണ്ട്. ഞാൻ പ്രകാശിക്കുന്നു എന്നുള്ളത് അറിയുന്നില്ലേ? ഞാനുണ്ട്, ഞാനിത് അവിടെ പ്രകാശിക്കുന്നുണ്ട്. പ്രകാശിക്കുക എന്നുള്ളതിന് മലയാളത്തിലുള്ള അർത്ഥമൊന്നും എടുത്തേക്കരുത്. അസ്ഥി വിഭാതി എന്നുള്ളതാണ്. സ്വാമി, ഞാൻ അവിടെ ചെന്നപ്പോൾ അവനൊന്ന് ഗൗനിക്കുക പോലും ചെയ്തില്ലാന്നേ. അല്ലെങ്കിൽ ഞാൻ ഒരാൾ ചെന്നു എന്ന് അവനൊന്ന് അപ്പോൾ എന്താ അർത്ഥം? ഞാൻ പ്രകാശിക്കുന്നു എന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ട്. ഇനിയോ, സുഖവും വിലസുന്നു മൂന്നും. സുഖവും, ഈ സുഖം അനുമാനിക്കേണ്ടത് ഞാൻ ഏറ്റവും അധികം പ്രേമിക്കുന്നത് എന്നെയാണ് എന്നുള്ള ആ ഒരു ലിംഗം വെച്ചിട്ടാണ്. ഞാൻ ഏറ്റവും പ്രേമിക്കുന്നത് എന്നെയാണ്, ഒന്ന്. രണ്ട്, ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ എനിക്ക് സുഖമാണ്. ഒറ്റയ്ക്കാവുമ്പോൾ അല്ല സുഖം. ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാട്ടോ.
സ്വാമി, ഞാൻ എൻ്റെ പത്നിയോട് ചേർന്നിരിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും സുഖം, അല്ലെങ്കിൽ എൻ്റെ പതിയോട് ചേർന്നിരിക്കുമ്പോഴാണ് സുഖം, എൻ്റെ കാമുകനോട് ചേർന്നിരിക്കുമ്പോഴാണ് സുഖം, കാമുകിയോട് ചേർന്നിരിക്കുമ്പോഴാണ് സുഖം. സമ്മതിച്ചു. കുറച്ചു നേരം കഴിഞ്ഞാലോ, നീ ഒന്ന് പോയി കിടന്നോളൂ, ഞാനൊന്ന് കിടക്കട്ടെ. അല്ല, നമുക്ക് എന്നോട് ചേർന്നിരിക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് ഏറ്റവും സുഖം. അതുകൊണ്ട് എന്നോട് തന്നെ അങ്ങോട്ട് ചേർന്നിരിക്കാം. മര്യാദയ്ക്ക് പോണുണ്ടോ, ഞാൻ ഒന്ന് കിടക്കട്ടെ പറയോ ഇല്ലയോ? എന്താ അഭിപ്രായം? പറയാൻ മടിക്കൊന്നും വേണ്ട, സത്യമല്ലേ? അതെ. എനിക്ക് ഏറ്റവും ഇഷ്ട ഭക്ഷണം കഴിക്കുമ്പോഴാണ് സ്വാമി സുഖം. ഇഷ്ട ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന വല്ല സുഖം ഉണ്ടാവുമോ? ഒരു പരിധി എത്തിയാൽ മതി, പിന്നെയും കഴിച്ചോളൂ പറഞ്ഞാലോ? അയ്യോ മതി, നീയും കഴിച്ചോളൂ, പിന്നെന്താ ഉണ്ടാവുക എന്നുള്ളത് പറയേണ്ടതില്ലല്ലോ. എല്ലാ സുഖങ്ങളും അതിശയത്തോടു കൂടിയതാണ്, ആദ്യാവസാനങ്ങളോട് കൂടിയതാണ്. ശ്രദ്ധിക്കുക. എന്നാൽ ആത്മസുഖം അത് അപരിമിതമാണ്. ഞാൻ ഒറ്റയ്ക്കാവുമ്പോഴാണ് സുഖം, അതുകൊണ്ട് ഞാൻ സുഖസ്വരൂപനാണ്. അജ്ഞാനവേളയിലും അസ്ഥി വിഭാതി സുഖം, ഇത് മൂന്നും വിലസുന്നു. വ്യക്തമാണല്ലോ? നമ്മളനുഭവം അത്, വേറെ ഒന്നുമല്ല പറയണത്. വിലസുന്നു മൂന്നും. രജ്ജുസ്വരൂപം അഹിയോട് ഇതന്തയാർന്ന് നിൽക്കുന്ന ഇതിന്നിഹ നിദർശനം ആം ഇതോർത്താൽ. രജ്ജുസ്വരൂപം എന്ന് പറഞ്ഞാൽ കയറിൻ്റെ സ്വരൂപം. കയറിൻ്റെ സ്വരൂപം അഹിയോട്, അഹി പാമ്പിനോട് ചേർന്ന് ഇതന്തയാർന്ന്, ഇത് എന്ന നിലയ്ക്ക് നിൽക്കുന്നു. ഇപ്പൊ ഞാൻ പറയുകയാണ്, അതാ പാമ്പ്. എന്തിനെ കൊണ്ട്? ഇന്നലെ പറഞ്ഞ സാധനം കയറ്, മന്ദപ്രകാശത്തിൽ കയറ് പാമ്പായി തെറ്റിദ്ധരിച്ച ദൃഷ്ടാന്തമാണ്. ആ മന്ദപ്രകാശത്തിൽ ഒരാള് വഴിയിൽ പാമ്പിനെ കണ്ടു, പരിഭ്രമിച്ചു, പാമ്പാണെന്ന് ഭയപ്പെട്ട് ഓടി. വേറൊരാളെ കണ്ടു, ഇതൊക്കെ മനസ്സിൽ വിചാരിച്ചോളണം. അയാൾ ടോർച്ച് കൊണ്ട് ഓടി വന്നു, നോക്കിയപ്പോൾ കയറാണ്. എവിടെ പാമ്പ്? എവിടെ പാമ്പ്? എവിടെ പാമ്പ്? അപ്പൊ ടോർച്ച് അടിച്ച് നോക്കിയപ്പോഴോ ഇത് കയറാണ്. അപ്പൊ ഇത് പാമ്പ് എന്നുള്ളിടത്ത് ഇതെന്താ? ഇതെന്നുള്ളത് എവിടുന്ന് വന്നു? അജ്ഞാനത്തിൽ നിന്ന് വന്നു എന്ന് പറയുന്നത്, അജ്ഞാനത്തിൽ നിന്ന് ഇതൊന്നും വരില്ല. ഇതിലെ ഇതമംശം വന്നത് കയറിൽ നിന്നാണ്. ഇത് കയറ് എന്നുള്ളതിലെ ഇത് കയറ് തിരോഭവിച്ചു. ആ സ്ഥലത്ത് എന്ത് കയറിക്കൂടി? പാമ്പ് കയറിക്കൂടി. ഇത് പാമ്പ്. പ്രകാശം വന്നു, പ്രമാണ പരീക്ഷ ചെയ്തു, എന്തായി? പാമ്പില്ല കേട്ടോ. ഇതെന്താ? ഇത് കയറ്. ആ ഇത് എന്നുള്ളത് പോയോ? ഇല്ല. ഇത് എന്നുള്ള അടിസ്ഥാനത്തിലാണ് കയറ് തിരോഭവിച്ചതും പാമ്പ് കയറിക്കൂടിയതും. ഇവ പ്രകാശം വന്നപ്പോ, പ്രമാണ വിചാരം വന്നപ്പോ പാമ്പ് പോയി. പാമ്പ് എങ്ങോട്ട് പോയി? പാമ്പ് എഴുതി എങ്ങോട്ടോ പോയി. ഇപ്പൊ എന്തായി? ഇപ്പൊ അത് കയറായി. അതാണ് പറയുന്നത്, രജ്ജു സ്വരൂപം, കയറിന്റെ സ്വരൂപം അഹിയോട്, പാമ്പിനോട് ഇതന്തയാർന്ന് നിൽക്കുന്നു. ഇത് പാമ്പ് എന്ന രീതിയിൽ നിലകൊള്ളുന്നു. ഇതിനിഹ നിദർശനമോർത്താൽ, ഇത് നിദർശനമാം, ഇത് ദൃഷ്ടാന്തമാകും. ഓർത്താൽ എന്ന് പറഞ്ഞാൽ വിചാരിച്ചാൽ, ചിന്തിച്ചാൽ. മനസ്സിലായില്ല? നോക്കൂ, അസ്ഥി എന്ന് നേരത്തെ പറഞ്ഞു. ഉണ്ട് എന്നുള്ളതാണ് സത്യം. ആ ഉണ്ടെന്നുള്ള അടിസ്ഥാനത്തിലെല്ലാം നിലകൊള്ളുന്നു എന്ന് പറഞ്ഞു. അതിനൊന്നും കൂടി അപഗ്രഹിച്ചിട്ട് പറയുകയാണ്, അസ്ഥി ഭാതി പ്രിയം. അസ്ഥി ഉണ്ട്, ആകുന്നു. ഞാനുണ്ട്, ഞാനാകുന്നു. ഞാൻ ചിത്താണ്, ഞാൻ ആനന്ദമാണ്. ഈ മൂന്നും അജ്ഞാനവേളയിലും അറിഞ്ഞാണ് ആണല്ലോ. അജ്ഞാനവേളയിലും അറിയപ്പെട്ടതാണത് അസ്ഥിഭാതി പ്രിയം.
അപ്പൊ അത് എന്തിനോട് ചേർന്നു? ശരീരേന്ദ്രിയ മനോബുദ്ധികളോട് കൂടി ചേർന്നിട്ട് ഞാനുണ്ട്, ഞാൻ പ്രകാശിക്കുന്നു എന്നിങ്ങനെ വന്നു. ഞാനുണ്ട്, ഞാൻ പ്രകാശിക്കുന്നു. ശരീരം, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി തുടങ്ങിയ ഉപാധികളോടൊക്കെ ചേർന്ന് ഈ ഞാനുണ്ട്, ഞാനാകുന്നു എന്നുള്ളത് വന്നു. എന്ന് മാത്രമല്ല, എൻ്റെ ഈ പറഞ്ഞ ജ്ഞാനം, പിന്നെ ആനന്ദം, ഇത് ഉപാധികളിലൂടെ പ്രതിഫലിച്ചു വരുന്നതായിട്ടാണ് ഞാൻ അനുഭവിക്കുന്നത്. അപ്പൊ ബുദ്ധിയുടെ ധർമ്മമായിട്ട് നമ്മൾ ചിലപ്പോൾ അറിവിനെ മനസ്സിലാക്കിയെന്ന് വരും. ബുദ്ധി വെറും ഉപാധി മാത്രമാണ്. ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നത് ആര്? ചിന്തിക്കുക. ഇന്ദ്രിയ മനോബുദ്ധികളുടെ ചേർച്ചയിൽ നിന്ന് സുഖമുണ്ടാവുന്നതായിട്ട് നമുക്ക് തോന്നും. വാസ്തവത്തിൽ ആ സുഖം എന്താണ്? ഞാൻ കണ്ണാടി നോക്കിയപ്പോ എൻ്റെ പ്രതിരൂപം കണ്ടു. ഈ പ്രതിരൂപം എന്നൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ എന്നെ കണ്ടു എന്നല്ലേ നമുക്ക് തോന്നണത്? എന്താ അഭിപ്രായം? ഇപ്പോൾ ഇവിടെ വേദാന്തം കേൾക്കാൻ വരുന്നതിന് മുമ്പ് കണ്ണാടി നോക്കിയിട്ടില്ലേ? കള്ളം പറഞ്ഞേക്കരുത്. 99% പേരും കണ്ണാടി നോക്കിയിട്ടുണ്ടാവും. 99% പേരും. കണ്ണാടി നോക്കിയാൽ വെറുപ്പ് തോന്നുന്ന ജാതിയൊക്കെ ആയി കഴിഞ്ഞു വെച്ചാൽ പിന്നെ കണ്ണാടി നോക്കില്ല. അപ്പൊ ചെറുപ്പക്കാരെ ചീത്ത പറയും, എന്താ 24 മണിക്കൂറും കണ്ണാടി നോക്കി നിൽക്കണത് എന്നൊക്കെ മറ്റുള്ളവരെ കുറ്റം പറയും. ഞാനും ആ പ്രായത്തിൽ നോക്കിയിരുന്നു എന്നുള്ളത് അപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്തിനാ കണ്ണാടി നോക്കുന്നേ? കണ്ണാടി കാണാനാണോ? അല്ല, കണ്ണാടി കാണാൻ ഒറ്റ പ്രാവശ്യമേ കണ്ണാടി നോക്കുള്ളൂ. അത് മേടിക്കുന്ന സമയത്ത് മാത്രം. മേടിച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോക്കണതൊക്കെ നമ്മുടെ പ്രതിരൂപം കാണാനാണ്. അപ്പം നമുക്ക് നമ്മുടെ രൂപം കാണാൻ കണ്ണാടിയിൽ തട്ടി പ്രതിഫലിച്ചു വരണം. ഇതേപോലെ വിഷയങ്ങളിൽ തട്ടി ഇന്ദ്രിയ മനോബുദ്ധികളിലൂടെ തൻ്റെ ആനന്ദം പ്രതിഫലിക്കുന്നതാണ് നമുക്ക് സുഖമായിട്ട് അനുഭവിക്കപ്പെടുന്നത്. ആ സുഖം ഇന്ദ്രിയത്തിലുള്ളതല്ല, മനസ്സിലുള്ളതല്ല, ബുദ്ധിയിലുള്ളതല്ല, ഒട്ടു വിഷയത്തിലുള്ളതല്ല. ഇവയുടെ ചേർച്ച എൻ്റെ ആനന്ദം പ്രതിഫലിച്ചു വരുന്നതാണ്. ചിന്തിക്കുക. അപ്പോൾ രജ്ജുസ്വരൂപം അഹിയോട് ഇതന്തയാർന്ന് നിൽക്കുന്നതിന്നിഹ നിദർശനമാം ഇതോർത്താൽ. ഇത് പാമ്പ്, ഇത് പാമ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതന്തയോടുകൂടി പാമ്പിനെ കണ്ടു. ആ ഇതന്ത എവിടുന്ന് വന്നു? കയറിൽ നിന്ന് വന്നു. ഇത് കയറാകുന്നു എന്നുള്ള ഇതന്തയാണ്, ഇത് സർപ്പമാകുന്നു എന്നുള്ളിടത്ത ഇതന്ത. ഇതെന്താ എന്ന് പറഞ്ഞാൽ ഇതെന്ന ഭാവം. ഇതെന്താന്ന് പറഞ്ഞാൽ ഇതെന്ന ഭാവം. അഹന്ത എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അഹം എന്നുള്ളതിന് കൂടെ തല് പ്രത്യേകം ചേർന്നാലാണ് അഹന്ത എന്ന് വരുന്നത്. അഹം പ്ലസ് തല് അഹന്ത, ഇതം പ്ലസ് ത ഇതന്ത. അപ്പൊ ഇതെന്നുള്ളത് ഞാനെന്നുള്ളത് അഹന്ത, ഇതെന്നുള്ളത് ഇതന്ത. ഇതുപോലെ ശരീരേന്ദ്രിയ മനോബുദ്ധികളോട് കൂടെ ചേർന്ന് സത്യം, ജ്ഞാനം, ആനന്ദം ഇവ പ്രകാശിക്കുന്നു. അതാണ് നമ്മുടെ ലൗകിക അനുഭവം. അപ്പൊ ഒന്ന് വേർതിരിച്ചിട്ട് ഈ സത്ത്, ഈ ചിത്ത്, ഈ ആനന്ദം ഒന്ന് വേർതിരിച്ച് ഗ്രഹിക്കാൻ ശ്രമിക്കുക. ആ വേർതിരിച്ചുള്ള ശ്രമമാണ് വിചാരം, ആത്മവിചാരം. അതുകൊണ്ടാണ് രജ്ജുസ്വരൂപം പറഞ്ഞത്. ഈ രജ്ജുസ്വരൂപം ഇതെന്താ, ഇതം എന്നുള്ളത് ഇങ്ങോട്ട് വന്ന് ഇത് സർപ്പം എന്ന് പറഞ്ഞു. ആ ഇതം എന്നുള്ളത് രജ്ജു എന്ന് വന്നതാണ്. അതുപോലെ സത്ത്, ചിത്ത്, ആനന്ദം എന്നുള്ളത് ആത്മസ്വരൂപമാണ്. അത് വന്നിട്ട് ഉപാധികളോട് ചേർന്ന് നമുക്ക് പ്രകാശിക്കും. ഇത് ഓർത്താൽ മതി. ഇത് ഓർത്തു കഴിഞ്ഞാൽ ഇത് പാമ്പ് എന്നുള്ളത് ഇത് കയറെന്ന് മനസ്സിലാവുന്നത് പോലെ ഇത് സച്ചിദാനന്ദമാണ് എന്ന് മനസ്സിലാവും.
അതിനാണ് ഈ സൂക്ഷ്മ വിചാര പദ്ധതി. നമ്മൾ ഒന്നിച്ചു പോകുന്നുണ്ടോന്നാവോ ചിന്തിക്കുക. നോക്കൂ, അജ്ഞാനവേളയിലും അസ്ഥി വിഭാതി രണ്ടും അജ്ഞാതമല്ല സുഖവും വിലസുന്നു മൂന്നും രജുസ്വരൂപമഹിയോടും ഇതന്തയാർന്നു നിൽക്കുന്നതിന്നിഹ നിദർശനമാമിതോർത്താൽ. ഇതൊക്കെ ഓർത്താലേ ഉള്ളൂ കേട്ടോ, ഓർത്തിട്ടില്ല ചപ്പോൾ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഓർത്താൽ എന്ന് ആവർത്തിക്കുന്നത്. അത് ശ്രദ്ധിക്കുക.